സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം വന്ദേ ഗുരുപരമ്പരാം. ഇന്ന് ശങ്കര ഭഗവത്പാദരുടെ ജയന്തിയാണ്, ജന്മദിനമാണ്. മേടമാസത്തിലെ തിരുവാതിര നാള് സാക്ഷാൽ ശ്രീപരമേശ്വരന്റെയും ജന്മദിനമാണ്. ശങ്കര ഭഗവത്പാദരുടെ ജന്മം വടക്കുന്നാഥന്റെ, അതായത് കൈലാസത്തിൽ മരുവുന്ന പ്രപഞ്ചപിതാവായ പരമശിവന്റെ അനുഗ്രഹത്താലാണ് ഉണ്ടായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ശങ്കരാചാര്യരുടെ ജന്മവും ജീവിതവും ജീവിതകർമ്മങ്ങളും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എത്ര സുപ്രധാനമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ 1988 ഏപ്രിൽ മാസം 21 തീയതി ഡൽഹിയിൽ വെച്ച് കേന്ദ്ര സർക്കാർ ദേശീയ ശങ്കര മഹോത്സവം ആചരിക്കുകയുണ്ടായി. ആ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അന്നത്തെ രാഷ്ട്രപതി ശ്രീ വെങ്കട്ടരാമൻ പറഞ്ഞ ഈ വാചകങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വളരെയേറെ ഉപകരിക്കും. ശങ്കരാചാര്യരും ഭാരതവും തമ്മിലുള്ള ബന്ധമാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം സൂചിപ്പിച്ചത് എ യുണീക് പേഴ്സണാലിറ്റി ഹു ഗേവ് ടു ഭാരത് ഇറ്റ്സ് ഐഡന്റിറ്റി. ഭാരതത്തിന് അതിന്റെ വ്യക്തിത്വത്തെ മടക്കി നൽകിയ അല്ലെങ്കിൽ നൽകിയ ഒരു അദ്വിതീയ വ്യക്തിത്വമായിരുന്നു ശങ്കരാചാര്യരുടേത് എന്ന് പറഞ്ഞു. അതിൽ അദ്ദേഹം വിഷ്ണു പുരാണത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഹിമാലയത്തിന്റെ തെക്കുഭാഗത്തും സമുദ്രത്തിന്റെ വടക്കുഭാഗത്തുമായി പരന്നു കിടക്കുന്ന ഈ പ്രദേശം, അതാണ് ഭാരതമെന്ന് വിഷ്ണു പുരാണം പറയുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പൗരാണികമായ ഭാരതീയ തനിമയുടെ ആ സങ്കല്പത്തെ 1200 വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും ഒരർത്ഥത്തിൽ പരിപൂർണമാക്കിയ, സാക്ഷാത്കരിച്ച വ്യക്തിത്വമായിരുന്നു ശങ്കരാചാര്യരുടേത്. ഒരർത്ഥത്തിൽ ദേശീയ ഐക്യത്തിന്റെ ശില്പിയാണ്, ദ ആർക്കിടെക്ട് ഹു ഗേവ് ഷേപ്പ് ടു ദിസ് ഐഡിയൽ. ഈ ആശയത്തിന് രൂപം നൽകിയ മഹാനായ ശില്പിയായിരുന്നു, ദേശീയ ശില്പിയായിരുന്നു ശങ്കരാചാര്യർ എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കാലടിയിൽ ഭൂജാതനായ ശിവഗുരുവിനും ആര്യാമ്പയ്ക്കും പിറന്ന ആ കുഞ്ഞ് ശങ്കരൻ വളരെ കാലത്തെ പ്രാർത്ഥനകൾക്കും തപസ്സുകൾക്കും ശേഷം ആണ് ആ ദമ്പതികൾക്ക് ശങ്കരൻ പിറന്നത്. പക്ഷേ പിറവിയിൽ തന്നെ ആ കുട്ടിയിൽ അടങ്ങിയിരുന്ന ദിവ്യ ചൈതന്യം എന്ത് എന്ന് എല്ലാവർക്കും മനസ്സിലാകുമായിരുന്നു. ഒട്ടും കഴിയുന്നതിനു മുമ്പേ ഏറെക്കുറെ ഭാഷ പഠിക്കുന്നു. 3 വയസ്സാകുമ്പോഴേക്കും പുരാണങ്ങളിലും മറ്റ് അടിസ്ഥാന ഗ്രന്ഥങ്ങളിലും വ്യുൽപ്പത്തി നേടുന്നു. വിദ്യാരംഭം ഔദ്യോഗികമായി നിർവഹിക്കുമ്പോഴേക്കും തനിക്ക് പഠിക്കാൻ കിട്ടുന്ന പുസ്തകങ്ങൾ അത് പോരാ എന്റെ ജ്ഞാനദാഹത്തെ ശമിപ്പിക്കുവാൻ എന്ന് നിശ്ചയിച്ച ഒരു 5 വയസ്സുകാരൻ. 6 വയസ്സാകുമ്പോഴേക്കും സഹപാഠികൾക്ക് പഠിക്കാനുള്ള ഗ്രന്ഥം രചിച്ചു കൊടുക്കുന്ന അതിധിഷണാശാലി. വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിച്ചു തീരുമ്പോഴേക്കും 7-7.5 വയസ്സാകുമ്പോഴേക്കും 8 വയസ്സിന് മുമ്പ് തന്നെ ഇതെല്ലാം പഠിച്ച് തീർന്നിരിക്കുന്നു. ഒരു മഹത്തായ ജീവിത ദൗത്യം, ജീവിത കർമ്മം നിർവഹിക്കാനുള്ള ഒരു കുഞ്ഞാണത്, ഒരു ഈശ്വരാംശമാണത് എന്ന് സർവർക്കും ബോധ്യപ്പെട്ടു. അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ, ശിവഗുരു ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. പിന്നെ അമ്മയാണ് വളർത്തിയത്. കൊടിയ ദാരിദ്ര്യത്തിൽ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോഴും വിദ്യയിലൂടെ ഈ അദ്വിതീയമായ കൈലാസ ശൃംഗങ്ങൾ ഏറുമ്പോഴും അവന്റെ മനസ്സിലെ ആഗ്രഹം സന്യാസിയാകണം, ഈ സമൂഹത്തിനു വേണ്ടി, ജനതയ്ക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്നാലേ സാധിക്കുകയുള്ളൂ എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ആ
കുട്ടി എപ്പോഴും സന്യാസത്തിന് വേണ്ടി ആഗ്രഹിക്കുമായിരുന്നു. ആ കഥയൊക്കെ നമ്മൾ ഏറെ കേട്ടിട്ടുള്ളതാണ്. അവസാനം കാലടിയിലെ പെരിയാറിൽ പൂർണ്ണ നദിയിൽ കുളിക്കവേ ഒരു ഘോരനക്രം ഒരു മുതല പിടിക്കുന്നു. സത്യത്തിൽ ആ മുതല എന്നത് സംസാര ദുഃഖത്തിൻ്റെതായ മുതലയാണ്. സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, അടുപ്പത്തിന്റെ, സംഗത്വത്തിന്റെ ഒക്കെ പ്രതീകമാണ് ആ മുതല. അതിൽ നിന്ന് മുക്തി നേടി, അമ്മയുടെ അനുഗ്രഹത്തോടെ ആ സംസാര ദുഃഖത്തിൽ നിന്ന് മുക്തി നേടി അദ്ദേഹം സന്യാസ വൃത്തി സ്വീകരിക്കുന്നു. ആ സന്യാസ വൃത്തി സ്വീകരിച്ച ആദ്യത്തെ ഭിക്ഷ ഏറ്റുവാങ്ങുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു മഹത്തായ സംഭവമാണ്. ആ പ്രദേശത്തെ ഏറ്റവും പലരും പിന്നാക്കക്കാരിയെന്നോ വളരെ പുറകിലുള്ള ജോലി ചെയ്യുന്ന എന്നോ പറയുന്ന ഒരു തൂപ്പുകാരിയായ മഹിളയിൽ നിന്ന് ഭിക്ഷ വാങ്ങിക്കൊണ്ട് അദ്ദേഹം തന്നെ പ്രയാണം ആരംഭിക്കുക. എങ്ങനെയൊക്കെയോ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്നു വടക്കു ഭാഗത്ത് നർമ്മദയുടെ തീരത്ത് തന്റെ ഗുരുവുണ്ട് എന്ന്. ഏതാണ്ട് 2000 കിലോമീറ്റർ അപ്പുറത്തുള്ള നർമ്മദയിലേക്ക് ഓങ്കാരേശ്വരത്തേക്ക്, അമർകണ്ഠകിലേക്ക് അദ്ദേഹം യാത്ര പുറപ്പെടുകയാണ്. വഴിയൊന്നും അറിയാതെ ആ പിഞ്ചുകുട്ടി, 8 വയസ്സുള്ള കുട്ടി അവിടെ എത്തി. നർമ്മദയുടെ തീരത്തെ ഗുഹയിൽ വർഷങ്ങളായി, എത്ര വർഷങ്ങളെന്ന് ആർക്കും തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര ദീർഘമായ കാലയളവായി തപസ്സിൽ സമാധിയിൽ ലയിച്ചിരുന്ന ഒരു ഗുരു ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ ഗുരു വേറെ ആരുമല്ല, ഗോവിന്ദപാദരാണ്, ഗോവിന്ദ ഭഗവത് പാദർ. അദ്ദേഹം നോക്കുകയാണെങ്കിൽ വേദവ്യാസരുടെ പുത്രനും ശിഷ്യനുമായി ശുകദേവന്റെ ശിഷ്യനായ ഗൗഡപാദരുടെ ശിഷ്യനാണ് ഗോവിന്ദപാദർ. പക്ഷെ ഏറെക്കാലമായിട്ട്, നൂറ്റാണ്ടുകളെന്നോ സഹസ്രാബ്ദങ്ങളെന്നോ ഒക്കെ പറയാവുന്ന വിധത്തിൽ തപസ്സിലായി. ശങ്കരൻ എന്ന ഈ ബാലയോഗി അവിടേക്കാണ് എത്തുന്നത്. ഇടുങ്ങിയ ഗുഹാമുഖത്ത് മുന്നിൽ നിന്ന് അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. പല സന്യാസിമാരും ഈ കുട്ടിയുടെ ചൈതന്യം കണ്ടെത്തി. അവർ പറഞ്ഞു കൊടുത്തു, ഈ ഇടുങ്ങിയ ഗുഹാമുഖത്തോട് നിനക്ക് ധൈര്യമുണ്ട് എങ്കിൽ ഒരു ചെറു ദീപത്തിന്റെ സഹായത്തോടെ അകത്തേക്ക് പോകാം. എവിടെയാണ് അദ്ദേഹം ഇരിക്കുന്നതെന്നൊന്നും ഞങ്ങൾക്ക് നിശ്ചയമില്ല. ഒന്നുറപ്പാണ്, അതിലെവിടെയോ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. പക്ഷെ ആ കുട്ടിയെ പേടി അലട്ടിയിരുന്നില്ല. അവന് ഭയമേ ഇല്ല, ഒന്നിനെയും പേടിയില്ലാത്ത, മരണത്തെ പോലും ഭയക്കാത്ത ഒരു ബാലൻ. അങ്ങനെ പോയി ഗുരുവിന്റെ മുന്നിലെത്തി. അപ്പോ ഗുരു ഇത്ര കാലത്തെ സമാധിക്ക് ശേഷം ആദ്യമായി കണ്ണു തുറന്ന് ഈ കുഞ്ഞിനെ കാണുകയാണ്. കണ്ടിട്ട് നീ ആരാണ് കുഞ്ഞെ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെല്ലാവരും കേട്ടിരിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ആ ശ്ലോകം ചമച്ച് ചൊല്ലുകയാണ്. ഞാൻ ശരീരമല്ല, ഞാൻ ബുദ്ധിയല്ല, ഞാൻ മനസ്സല്ല, ഞാൻ കണ്ണല്ല, കാതല്ല, ഇതൊന്നുമല്ല. ഞാൻ ആരാണ് പിന്നെ? ശിവോഹമാണ്, ഞാൻ ശിവനാണ് എന്ന് പറയുന്ന ആ ശ്ലോകം, നിർവാണാഷ്ടകം ചൊല്ലി ഗുരുവിനെ പ്രീതിപ്പെടുത്തി, ഗുരുവിൽ നിന്ന് ദീക്ഷ വാങ്ങി, ഗുരുവിന്റെ നിർദ്ദേശാനുസരണം സുപ്രധാനങ്ങളായ ഉപനിഷത്തുകൾക്കും ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കും ഭാഷ്യം രചിക്കുന്നതിനായിട്ട് അദ്ദേഹത്തിന്റെ ശ്രമം ആരംഭിക്കുന്നു. അവിടുന്ന് അങ്ങോട്ടുള്ള ആ പ്രയാണം ഒരർത്ഥത്തിലുള്ള ദിഗ്വിജയ യാത്രയാണ്. അതുകൊണ്ടാണ് ശങ്കരാചാര്യരുടെ ജീവചരിത്രങ്ങൾക്കൊക്കെയും ഒരു സമാനമായ പേരുണ്ട്, ദിഗ്വിജയം, ശങ്കര ദിഗ്വിജയം എന്നാണ്. ഓരോരുത്തരും കേരളീയ ദിഗ്വിജയം എന്നൊക്കെ കേരളത്തിൽ നിന്ന് എഴുതപ്പെട്ട ഗ്രന്ഥത്തിന് പേരുണ്ട്. ആ യാത്രയിലാണ് അദ്ദേഹം കാശിയിൽ വെച്ച് വളരെ പ്രസിദ്ധമായ സംഭവം, ഒരു ചണ്ടാളൻ 4 നായ്ക്കളോടുകൂടി അദ്ദേഹത്തിന്റെ മുന്നിൽ വരുമ്പോൾ അതിനോടകം തന്നെ പല ശിഷ്യന്മാരും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ ശിഷ്യന്മാര് ഈ വരുന്ന ചണ്ടാളനോട് ദൂരെ പോകൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് സത്യത്തിൽ ശങ്കരാചാര്യരല്ല, ശിഷ്യന്മാരാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ ശങ്കരാചാര്യരെ അവമതിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ ശങ്കരാചാര്യർക്ക് ജാതി ചിന്ത ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ ദൂരെ പോകൂ എന്ന് ശിഷ്യന്മാര് പറയുന്നത് കേട്ട് ചണ്ടാളൻ പുഞ്ചിരിച്ചുകൊണ്ട് ശങ്കരാചാര്യരോടായിട്ട് ചോദിക്കുന്നു, ഈ അന്നമാണ് എന്റെ ശരീരം, താങ്കളുടെ ശരീരവും അതെ. ഈ അന്നമയമായ ശരീരത്തെ താങ്കളുടെ അന്നമയ ശരീരത്തിൽ നിന്ന് അകറ്റാനാണോ പറയുന്നത്? അതോ രണ്ടിടത്തും ചൈതന്യമാണ്? ചൈതന്യമേവ ചൈതന്യാത്, രണ്ടിടത്തും ചൈതന്യമാണ്. ഇതിൽ ഏതിനോടാണ് യതിവര മാറിപ്പോകാൻ പറയുന്നത്? യതിവര ദൂരീകർത്തും വാഞ്ചസി കിം ബ്രൂഹി ഗച്ഛേതി. ഈ ഗച്ഛ എന്ന് പറയുന്നത് ആരോടാണ് എന്ന് ചോദിക്കാം.
ശങ്കരാചാര്യരിൽ ജാതി ചിന്ത ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഒട്ടനവധി രചനകളിൽ എന്തിന് ശിഷ്യത്വം സ്വീകരിക്കാൻ വേണ്ടി നർമ്മദാ തീരത്ത് ഗുഹയിൽ ഗുരുവിന്റെ മുന്നിൽ നിന്ന് രചിച്ചതായ നിർവാണാഷ്ടകത്തിൽ തന്നെ ആ ബാലൻ പറഞ്ഞിരുന്നു, നമേ മൃത്യുശങ്ക നമേ ജാതി ഭേദ പിതാനൈവ മേനൈവ മാതാന ജന്മ ന ബന്ധുർ നമിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദ രൂപം ശിവോഹം ശിവോഹം. 4-ാമത്തെ ശ്ലോകമാണ്, 5-ാമത്തെ ശ്ലോകമാണ് നിർവാണാഷ്ടകത്തിൽ. അതിൽ പറയുന്നു കൃത്യമായിട്ട്, നമേ മൃത്യുശങ്ക, എനിക്ക് മരണത്തിൽ ഭയമില്ല. നമേ ജാതി ചിന്ത, എനിക്ക് ജാതിയിലും ചിന്തയില്ല, ജാതി ചിന്തയില്ല എനിക്ക്. അങ്ങനെ അന്നേ പറഞ്ഞ ആ കുട്ടിക്ക് എങ്ങനെ ജാതി ചിന്ത ഉണ്ടാവാനും തീർത്തുമില്ല. അദ്ദേഹം അതുകൊണ്ട് വളരെ വ്യക്തമായി ആ ചണ്ടാളിനോട് പറയുകയാണ്, ഗംഗാജലത്തിലും ചണ്ടാല വീഥിയിലെ വെള്ളത്തിലും പ്രതിഫലിക്കുന്ന സൂര്യൻ, അത് സ്വർണ്ണക്കുടത്തിലായാലെന്ത് മൺകുടത്തിലായാലെന്ത്, പ്രതിഫലിക്കുന്ന സൂര്യന് അതിൽ പ്രതിഫലിക്കുന്ന ആകാശത്തിന് എന്തു ഭേദമാണുള്ളത്? ഗംഗാജലത്തിൽ പ്രതിഫലിക്കുന്ന സൂര്യനായാലും ചണ്ടാല വീതിയിൽ ചണ്ടാല തെരുവിലെ അഴുക്കുവെള്ളത്തിൽ ജ്വലിക്കുന്ന പ്രതിഫലിക്കുന്ന സൂര്യനായാലും ഒന്നാണ്. അതേപോലെ സ്വർണ്ണക്കുടത്തിലെ വെള്ളത്തിലായാലും മൺകുടത്തിലെ വെള്ളത്തിലായാലും ജ്വലിക്കുന്ന ആ ആകാശത്തിനും ഒരേ രൂപമാണ്. തിരമാലകളില്ലാത്ത കടൽ പോലെ ശാന്തമായി അനന്ത സച്ചിദാനന്ദ ഘന രൂപമായി സഹജമായിരിക്കുന്ന ആ പ്രത്യാഗമ വസ്തുവിന്, അതായത് ആത്മാവിന്, ഇത് ബ്രാഹ്മണൻ ഇത് ചണ്ടാളൻ എന്നൊക്കെ ഭേദബുദ്ധിക്ക് സ്ഥാനം എവിടെ? അങ്ങന്റെ ഗുരുവാണ്. വിദ്യ, ഈ അഖണ്ഡ ബ്രഹ്മചൈതന്യത്തെ പഠിപ്പിച്ചു തരുന്ന ആള് ഏത് ജാതിയിൽ പറഞ്ഞാൽ, അത് ബ്രാഹ്മണനായാലെന്ത് ചണ്ടാളനായാലെന്ത്, അങ്ങന്റെ ഗുരുവാണ്. അതുകൊണ്ട് ഇതെന്റെ തീരുമാനമാണ്, അങ്ങന്റെ ഗുരുവാണ് എന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ മനീഷ വ്യക്തമാക്കുന്ന 5 ശ്ലോകങ്ങൾ, അതിനാണ് മനീഷാ പഞ്ചകം എന്ന് പറയും. അവിടുന്ന് വീണ്ടും പ്രയാണം ആരംഭിച്ച് അതിനിടയിൽ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട 4 ശിഷ്യന്മാരെ, അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നു, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 ശിഷ്യന്മാർ, ഒന്ന് പത്മപാദർ, സനന്ദനൻ എന്ന് പറയുന്നതായ ഒരു യുവാവ് ശങ്കരാചാര്യരിൽ ആകൃഷ്ടനായി അദ്ദേഹത്തിൽ നിന്ന് ആധ്യാത്മിക ചിന്ത അഭ്യസിക്കുന്നതിന് വേണ്ടി എത്തി. ശങ്കരാചാര്യ ശിഷ്യത്വം കൊടുക്കുന്നു. ആ സനന്ദനന്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം സത്യത്തിൽ സുപ്രീം ഡിവോഷന്റെ, ഏറ്റവും വലിയ ഭക്തിയുടെ, ഗുരുഭക്തിയുടെ ഉദാത്തമായ ഭാവന, സമർപ്പണ ഭാവത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ സമർപ്പണ ഭാവം. അതുകൊണ്ടാണ് ഗംഗയുടെ അങ്ങേക്കരയിൽ നിൽക്കുന്ന ശിഷ്യന്മാരുടെ ഇടയിലേക്ക് നോക്കിക്കൊണ്ട് ഗുരു ഇങ്ങേക്കരയിൽ നിന്ന് സനന്ദന എന്ന് വിളിക്കുമ്പോഴേക്കും അവിടുന്ന് എത്ര ആഴമുണ്ട് ഗംഗയ്ക്കെന്ന് പോലും നിശ്ചയമില്ലാത്ത ആ ആഴമേറിയ ഗംഗയുടെ മുകളിലേക്ക് കാലെടുത്തു വയ്ക്കുകയും ഓരോ പാദത്തിന്റെയും അടിയിൽ ഗംഗാദേവി ഈ സമർപ്പണം കണ്ടിട്ട്, ഈ ശിഷ്യന്റെ സമർപ്പണ ഭാവം കണ്ടിട്ട് താമര വിടർത്തി കൊടുക്കുകയും പാദത്തിന്റെ അടിയിൽ പത്മത്തെ വിടർത്തി കൊടുത്ത് ഇക്കരെ എത്തിച്ചു എന്നാണ്. അങ്ങനെ അദ്ദേഹം പത്മപാദരായി. ആ പത്മപാദരും ഒട്ടനവധി ശ്രേഷ്ഠങ്ങളായ കൃതികളൊക്കെ രചിച്ചിട്ടുള്ള ശിഷ്യനാണ്. പത്മപാദരാണ് അദ്ദേഹം സ്ഥാപിച്ച ഗോവർദ്ധന മഠത്തിന്റെ, ജഗന്നാഥപുരിയിലെ ഗോവർദ്ധന മഠമുണ്ട്, ആ ഗോവർദ്ധന മഠത്തിലെ ആദിശങ്കരാചാര്യർ ഇരുത്തുന്നത്, സ്ഥാനാരോഹണം നടത്തുന്നത് പത്മപാദരാണ്. ആ ഗോവർദ്ധന മഠത്തിന്റെ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന വേദം, 4 മഠങ്ങൾക്കും ഓരോ വേദമുണ്ട്. അത് ഋഗ്വേദമാണ്. അവിടുത്തെ ബോധവാക്യം പ്രജ്ഞാനം ബ്രഹ്മ എന്നതാണ്. ഇപ്പൊ ഗോവർദ്ധന പീഠം കഴിഞ്ഞു. പിന്നെ ശൃംഗേരി മഠം, സത്യത്തിൽ ആദ്യം സ്ഥാപിക്കുന്ന മഠം ശൃംഗേരിയിലെ ശാരദാപീഠമാണ്. അവിടെ അദ്ദേഹം സ്ഥാനാരോഹണം നടത്തുന്നത് സുരേശ്വരാചാര്യർ എന്ന് പറയുന്നതായ ശിഷ്യനെയാണ്. സുരേശ്വരാചാര്യർ എന്ന് പറയുന്നത് സത്യത്തിൽ മണ്ഡനമിശ്രൻ എന്ന് പറയുന്ന പൂർവമീമാംസയുടെ ഏറ്റവും ഉയർന്ന ആചാര്യനായി. കുമരലഭട്ടന്റെ ശിഷ്യനാണ്. കുമരലഭട്ടൻ പൂർവമീമാംസയിലെ ഏറ്റവും അങ്ങേയറ്റം അഗാധമായ പാണ്ഡിത്യം നേടിയ ഗർവോടുകൂടി ബുദ്ധമത അനുയായികളെയൊക്കെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ ശാസ്ത്രം പഠിക്കാൻ വേഷപ്രച്ഛന്നനായി അവിടെ കയറി അതെല്ലാം പഠിച്ച് അവരെ പരാജയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കുറ്റബോധം ഉണ്ടായി. താൻ വേദവിരുദ്ധമായി പെരുമാറി, അതായത് വേഷപ്രച്ഛന്നനായി ഗുരുവിൽ നിന്ന് ശിഷ്യ സ്വീകരിച്ചു എന്നത് അത് തെറ്റാണ്. ആ തെറ്റിന്റെ പ്രായശ്ചിത്തം എന്താ? ഉമിത്തിയിൽ നീറിയില്ലാതെയാവുകയാണ്. അങ്ങനെ കുമരലഭട്ടൻ ഉമിത്തിയിൽ നീറിയില്ലാതായിക്കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിലാണ് കുമരലഭട്ടനെ കുറിച്ച് മനസ്സിലാക്കിയ ശങ്കരാചാര്യർ അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോ ഏതാണ്ട് മരണാസന്നനായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ തർക്കത്തിനോ ചർച്ചയ്ക്കോ സംവാദത്തിനോ ഒന്നും ഇടമില്ല. അപ്പൊ കുമരലഭട്ടൻ പറയുന്നു, എന്നോട് ചർച്ച ചെയ്യുന്നതിന് തുല്യമാണ് എന്റെ വത്സല ശിഷ്യനായ മണ്ഡനമിശ്രനോട്. മണ്ഡനമിശ്രൻ എവിടെയാണ്? മണ്ഡനമിശ്രൻ നർമ്മദയുടെ തീരത്ത് തന്നെയുള്ള
മഹേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് മാഹിഷ്മതിയിലാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയായ സരസ്വതിയുടെ അവതാരമായ ഉഭയഭാരതിയുമായിട്ട് കഴിഞ്ഞുകൂടുന്നത്. അവിടെ പോയി അവനുമായി സംസാരിക്കും. അങ്ങനെ അദ്ദേഹം അവിടെ എത്തുന്നു. മണ്ഡന മിശ്രനുമായിട്ട് 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഗംഭീരമായ ചർച്ച, സംവാദം. ഉഭയസരസ്വതി തന്നെ, ഉഭയഭാരതി തന്നെ അതിന്റെ വിധികർത്താവായിരുന്ന ആ ചരിത്രമൊക്കെ അറിയാം. അവസാനം മണ്ഡന മിശ്രൻ ശങ്കരാചാര്യരുടെ മുന്നിൽ, ആ ബൗദ്ധിക വൈഭവത്തിന്റെ മുന്നിൽ, വേദാന്ത ചിന്തയുടെ മുന്നിൽ ശിഷ്യത്വം സ്വീകരിക്കുന്നു. അങ്ങനെ ആ മണ്ഡന മിശ്രനാണ് സുരേശ്വരാചാര്യർ എന്ന് പറയുന്നത്. സുരേശ്വരാചാര്യർ പ്രതിനിധാനം ചെയ്യുന്നത് ഏറ്റവും അഗാധമായ പാണ്ഡിത്യത്തെയും പഠനത്തെയുമാണ്. പത്മപാദർ സമർപ്പണത്തെയാണ് എങ്കിൽ സുരേശ്വരാചാര്യർ പഠനത്തെയും അറിവ് നേടുന്നതിനുള്ള ശ്രമമാണ്. അങ്ങനെ ആ ശാരദാപീഠത്തിൽ യജുർവേദത്തിനാണ് ഏറ്റവും പ്രാമുഖ്യം. അഹം ബ്രഹ്മാസ്മി എന്നതാണ് അവിടുത്തെ അദ്ദേഹം ബോധവാക്യമായി നിശ്ചയിച്ചത്. പിന്നെ പടിഞ്ഞാറ് ഭാഗത്തെ മഠം ദ്വാരക. ആ ദ്വാരകാപീഠത്തിൽ അദ്ദേഹത്തിന്റെ 3ാമത്തെ ശിഷ്യനായ ഹസ്താമലകാചാര്യനെയാണ് ശങ്കരാചാര്യരായിട്ട് നിയമിക്കുന്നത്. ഹസ്താമലകൻ സത്യത്തിൽ ജന്മന ബുദ്ധിയൊന്നുമില്ലാത്ത ഒരു ബുദ്ധി വികസിക്കാത്ത കുട്ടിയുടെ പ്രകൃതം കാണിച്ചിരുന്ന ആളാണ്. വളരെ ധനികനായ പ്രഭാകരൻ എന്ന് പറയുന്ന പണ്ഡിതനുമായ ഒരു അച്ഛന് പിറന്ന കുട്ടിയാണ്. പക്ഷെ എന്തോ ആ കുട്ടി സംസാരിക്കുകയുമില്ല. ഒരു എവിടെങ്കിലും കൊണ്ടിരുത്തിയാൽ അങ്ങനെ ഇരിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു ആ കുഞ്ഞ്. ആ കുഞ്ഞിനെ ശങ്കരാചാര്യർ അതുവഴി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കാണിക്കുന്നു. ഒറ്റ കാഴ്ചയ്ക്ക് തന്നെ ശങ്കരാചാര്യർക്ക് ബോധ്യപ്പെട്ടു ഈ ഉണ്ണിയിൽ, ഈ കുട്ടിയിൽ അങ്ങേയറ്റത്തെ ഈശ്വര ചൈതന്യം ഉയർന്നു നിൽക്കുക, ആത്മ സാക്ഷാത്കാരം നേടിയൊരു ആത്മാവാണിത് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നു. അങ്ങനെ അയാളെ ശിഷ്യനാക്കുന്നു. അപ്പോ ഈ കുട്ടിയോട് ചോദിക്കുന്നു, നീ ആരാണ് എന്ന് കുട്ടിയോട് ചോദിക്കുമ്പോ അവൻ അതുവരെ സംസ്കൃതം പഠിച്ചിട്ടില്ല, ഒരു ശാസ്ത്രവും അറിയില്ല. പക്ഷെ അവിടുന്ന് ഈ കുട്ടി ശങ്കരാചാര്യരുടെ മുമ്പിൽ താൻ ആരാണെന്ന് വ്യക്തമാക്കുന്നു. സ്പഷ്ടമായ, വൃത്തബദ്ധമായ, ഛന്ദോബദ്ധമായ ശ്ലോകരൂപത്തിൽ വർണ്ണിക്കുന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഇപ്പൊ ചിലരൊക്കെ ചോദിക്കും, ഇതെന്താ കാരണം, ഇങ്ങനെ ഇത്തരമൊരു ബുദ്ധി എങ്ങനെ ഉണർന്നു വന്നു എന്ന് ചോദിക്കുമ്പോൾ ശങ്കരാചാര്യർ വിശദീകരിക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ ചെറുപ്പകാലത്ത് 2 വയസ്സോ മറ്റോ പ്രായമുള്ളപ്പോ സംസാരിച്ചൊന്നും തുടങ്ങിയിട്ടില്ല. അമ്മ ഈ കുട്ടിയെയും കൂട്ടി കുളിക്കാൻ വേണ്ടി യമുനയിൽ പോകുമ്പോ ആ യമുനാ നദി തീരത്ത് ഈ കുട്ടിയെ വെള്ളത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോ കാവലിന് അവിടെ നോക്കുമ്പോൾ ഒരു സന്യാസി തപസ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. അദ്ദേഹം സമാധിസ്ഥനായിരിക്കുകയാണെന്ന് അറിയാതെ ഈ പെൺകുട്ടി, ഈ അമ്മ ഈ കുട്ടിയെ അദ്ദേഹത്തിന് അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, ഒന്ന് നോക്കിക്കൊള്ളാൻ, ഞാൻ കുളിച്ചിട്ട് വരാം. പക്ഷേ ഈ കുളിക്കുന്നതിനിടയിൽ ഈ സന്യാസി അറിയുന്നില്ല ഈ കുട്ടി ഇരിക്കുന്നുണ്ടെന്ന്. അത് സമാധിസ്ഥനായിരിക്കുകയാണ് അദ്ദേഹം. ആ കുട്ടി എഴഞ്ഞെഴഞ്ഞ് വെള്ളത്തിൽ വീണ് മരിച്ചുപോയി. അപ്പോഴേക്കും ഈ അമ്മ കുളി കഴിഞ്ഞ് തിരിച്ചു വരും. കുഞ്ഞു മരിച്ചു എന്നറിഞ്ഞു. അപ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. അവിടുന്ന് കുട്ടിയെ ശവശരീരം എടുത്തിട്ട് ഈ ഗുരുവിന്റെ അടുത്ത് വന്ന് ആർത്തലച്ച് കരയാൻ തുടങ്ങി. ഈ കരച്ചിൽ കേട്ടാണ് സന്യാസി സമാധി അവസ്ഥയിൽ നിന്ന് ഉണരുന്നത്. അദ്ദേഹത്തിന് വലിയ വിഷമം തോന്നി. അപ്പൊ ഉടനടി അദ്ദേഹം, ആ ആളാണെങ്കിൽ ദീർഘകാലം തപശ്ചര്യയിലൂടെ, പഠനത്തിലൂടെ എല്ലാ ശാസ്ത്രങ്ങളും അറിഞ്ഞ മഹാസിദ്ധനായ ഒരു യോഗിയായി. ആ യോഗി ഉടനെ തന്നെ തന്റെ ആത്മാവിനെ ഈ കുഞ്ഞിന് നൽകി സ്വയം ഇല്ലാതെയായി. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഈ കുട്ടിക്ക് കൊടുത്താണ്. അപ്പൊ പൂർണ്ണ സാക്ഷാത്കാരം നേടിയൊരു യോഗിയുടെ ആത്മാവാണ് ഈ കുഞ്ഞിലിരിക്കുന്നത്. അത് ശങ്കരാചാര്യർക്ക് മനസ്സിലായി. ശങ്കരാചാര്യ ആ കുട്ടിയെ ശിഷ്യനായി സ്വീകരിച്ചു. അയാളാണ് ഹസ്താമലകൻ. ഈ ഹസ്താമലകൻ ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആ ദ്വാരകയില് സാമവേദത്തിനാണ് പ്രാമുഖ്യം. സാമവേദത്തോടൊപ്പം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാവാക്യം തത്വമസി എന്നത് അവിടുത്തെ ബോധവാക്യമായി സ്വീകരിച്ചു. പിന്നീട് അവിടുന്ന് നടന്ന് ഹിമാലയത്തിൽ അദ്ദേഹം ജ്യോതിർപീഠം സ്ഥാപിക്കുന്നു. അവിടെ ആചാര്യനായി ആദ്യ ശങ്കരാചാര്യരായി, അവിടുത്തെ ശങ്കരാചാര്യരായി വാഴിക്കുന്നത് തോടകാചാര്യനെയാണ്. തോടകാചാര്യൻ സത്യത്തില് പ്രത്യേക ബുദ്ധിവൈഭവമൊന്നുമില്ലാത്ത ഗിരി എന്ന് പറയുന്നൊരു കുട്ടിയായിരുന്നു പൂർവാശ്രമത്തിൽ. ശങ്കരാചാര്യന്റെ ശിഷ്യനായി തീർന്നു. ശിഷ്യത്വം സ്വീകരിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ സേവനമായിരുന്നു തോടകാചാര്യന്റെ പ്രകൃതം. വേറൊന്നുമില്ല. ഇപ്പോ സുരേശ്വരാചാര്യരെ പോലെയോ പത്മപാദാചാര്യരെ പോലെയോ ഉള്ള ശാസ്ത്രബോധങ്ങളോ അങ്ങനെയൊന്നുമില്ല. സേവനം മാത്രം, ഗുരുവിനെ സേവിക്കുക, അത് മാത്രം. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും പരിഹസിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഒരിക്കല് വസ്ത്രം കഴുകാൻ വേണ്ടി പുഴയിലേക്ക് പോയപ്പോ എല്ലാവരും ചേർന്ന്, ശിഷ്യന്മാരും ഗുരുവും ചേർന്ന്, ശങ്കരാചാര്യനും ചേർന്ന് ഭക്ഷണമൊക്കെ കഴിക്കേണ്ട സമയമായി. അപ്പോ
ശങ്കരാചാര്യ ആവർത്തിച്ചു പറഞ്ഞു തുടങ്ങി ഈ ഗിരി വന്നില്ലല്ലോ എന്ന്. അപ്പൊ പരിഹസിച്ചുകൊണ്ട് പത്മാചാര്യർ പറഞ്ഞു, പത്മപാദാചാര്യർ അദ്ദേഹം പോലും പറഞ്ഞു, ഓ അവനും ഒരു ഭിത്തിയും തമ്മിൽ എന്താ വ്യത്യാസം, അപ്പൊ അവർക്ക് അതിനു മുമ്പ് ചില വേദമന്ത്രങ്ങളൊക്കെ പഠിക്കണം, അതിനുശേഷം ഭക്ഷണം കഴിക്കണം. അവൻ പഠിച്ചാലെന്ത് വായിച്ചാലെന്ത് വായിച്ചില്ലെങ്കിൽ എന്താ ഈ ചോര് പോലെയുള്ളൂ അത് എന്ന് പരിഹസിച്ചു പറഞ്ഞു. ശങ്കരാചാര്യർ അത് മനസ്സിലാക്കി. അവിടെ ഇരുന്നു കൊണ്ട് ശങ്കരാചാര്യർ തന്റെ ആ സർവ്വ ചൈതന്യങ്ങളും ആ ഗിരിയിലേക്ക് സന്നിവേശിപ്പിച്ചു. പുഴയിൽ നിന്ന് വസ്ത്രങ്ങൾ കഴുകി തിരിച്ചു വരുന്നത് മറ്റൊരു ഗിരിയായിരുന്നു. വന്നപാട് തോടക വൃത്തത്തിൽ, തോടക ഛന്ദസിൽ ഒരു ഉജ്ജ്വലമായ ശ്ലോകം ചൊല്ലി ഒരു ഉഗ്രതത്വത്തെ അവരുടെ എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ആദ്യമായിട്ട്. അങ്ങനെയാണ് തോടകാചാര്യനായി അദ്ദേഹം മാറുന്നത്. ഈ ജ്യോതിർപീഠത്തിലെ ആ പീഠത്തിന്റെ മഠത്തിന്റെ വേദം അഥർവവേദം സ്വാഭാവികമായും അതിന്റെ മഹാവാക്യമായി അയം ആത്മാ ബ്രഹ്മ ഇതും സ്വീകരിച്ചു. ശങ്കരാചാര്യരുടെ ഈ പ്രധാനപ്പെട്ട 4 ശിഷ്യന്മാര്, അവരിലൂടെ നടന്നുവരുന്ന 4 മഠങ്ങള്, ഇതിനെല്ലാം ഉപരിയായി അദ്ദേഹം ചെയ്ത മഹത്തരമായ കർമ്മം. ആ കാലത്ത് ഭാരതം എല്ലാ അർത്ഥത്തിലും ശിഥിലമായിരുന്നു. രാഷ്ട്രീയമായി ശിഥിലമായിരുന്നു, ദർശനപരമായി ശിഥിലമായിരുന്നു, മതാചരണങ്ങളുടെ പേരിൽ ശിഥിലമായിരുന്നു, അതിന്റെ പേരിലുള്ള തമ്മിലുള്ള സംഘർഷങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഷണ്മത സ്ഥാപനം നടത്തി. സുപ്രധാനങ്ങളായ 6 ആചാരാനുഷ്ഠാനങ്ങൾ, അത് വിഷ്ണു, ശിവൻ, ശക്തി, സൂര്യൻ, ഗണപതി, സ്കന്ദൻ, സുബ്രഹ്മണ്യൻ, ഇങ്ങനെ 6 ഈശ്വരന്മാരെ കേന്ദ്രസ്ഥാനത്ത് ഇരുത്തിക്കൊണ്ടുള്ള ഷണ്മത സ്ഥാപനം. പഞ്ചായതന പൂജ, 5 തരത്തിലുള്ള പൂജാ പദ്ധതി, അതും വിഷ്ണു, ശിവൻ, ശക്തി, സൂര്യൻ, ഗണപതി എന്നിങ്ങനെ. അങ്ങനെ ഷണ്മത സ്ഥാപനവും പഞ്ചായതന പൂജയും. പലരും പറയുന്നുണ്ട് പഞ്ചായതന സമ്പ്രദായം നേരത്തെ ഉണ്ടായിരുന്നു, അത് ശിഥിലമായതിനെ ശങ്കരാചാര്യർ പുനരുദ്ധരിച്ചെടുത്തു. പക്ഷേ ഇതിന്റെ എല്ലാം പിന്നിലെ ഉദ്ദേശം ഭാരതത്തിന്റെ ഏകീകരണം തന്നെയായിരുന്നു. ഇതേപോലെ സന്യാസി സമ്പ്രദായത്തെ ചിട്ടപ്പെടുത്തിയതും ശങ്കരാചാര്യരാണ്. ദശനാമി സമ്പ്രദായം അദ്ദേഹം തുടങ്ങി. നമ്മൾ കേൾക്കാറുണ്ട് സന്യാസിമാരുടെ പേരിന്റെ കൂട്ടത്തിൽ പുരി എന്നും സരസ്വതി എന്നും ഭാരതി എന്നും തീർത്ഥ എന്നൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെയുള്ള 10 സമ്പ്രദായങ്ങളെ പുരി, തീർത്ഥ, സരസ്വതി, ഭാരതി തുടങ്ങി വന, പർവ്വത തുടങ്ങിയിട്ടുള്ള 10 സമ്പ്രദായങ്ങൾ സ്ഥാപിക്കുന്നു. ഇത്തരം എല്ലാ കർമ്മങ്ങളും ചെയ്ത് എല്ലാ ഉപനിഷത്തുകൾക്കും ഭാഷ്യം രചിച്ച് ദർശനങ്ങളെ പുനരാവിഷ്കരിച്ച് ഭാരതത്തിന് ശക്തിയും ചൈതന്യവും പകർന്ന് ഭാരതത്തിന്റെ ദേശീയ ഐക്യത്തെ സാധ്യമാക്കി തീർത്ത് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി അന്ന് പറഞ്ഞതുപോലെ ഭാരതത്തിന് അതിന്റെ വ്യക്തിത്വത്തെ തിരിച്ചു കൊടുത്ത ആ അതുല്യ വ്യക്തിത്വം, അതുല്യ മഹാത്മാവ് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. എല്ലാ അർത്ഥത്തിലുള്ള ഭേദചിന്തകളെയും അതിവർത്തിച്ച് ബ്രഹ്മ ഐക്യത്തിൽ, അതായത് സർവാത്മൈക്യം എന്ന് പറയുന്ന വേദ ഉപനിഷത്ത് ദർശനത്തെ, സർവാത്മൈക്യം, എല്ലാ ആത്മാവും ഒന്ന് തന്നെയാണ് എന്ന ആ തത്വത്തെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത, അതുവഴി ഭാരതത്തിന്റെ നവോത്ഥാനത്തിന് ഉണർവിന് കാരണക്കാരനായ ശങ്കര ഭഗവത്പാദരുടെ, ആദിശങ്കരാചാര്യരുടെ തൃപ്പാദങ്ങൾ വണങ്ങിക്കൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം.